എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കളർഫുള്ളായിട്ടുള്ള ബിരിയാണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈസ്റ്ററിന് ഈ ബിരിയാണി വേണം ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാനൊരു ഉരുളി അടപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നമുക്ക് സവാള ഒന്ന് വറുത്ത് കോരി എടുക്കണം. നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് സവാള വളരെ കനം കുറച്ച് വേണം നമുക്ക് ഈ സവാള അരിഞ്ഞെടുക്കേണ്ടത്. ഞാൻ കുറച്ച് കൂടുതൽ സവാള എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ കുറച്ച് കൂടുതൽ ബിരിയാണി വെക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ എത്ര ബിരിയാണിയാണ് വെക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കിലോ ബസുമതി അരിയുടെ ബിരിയാണിയാണ് ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഓണിയനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് വേണം, നമുക്ക് നല്ല പൊടിഞ്ഞ് വരണം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ഓണിയൻ. അതനുസരിച്ച് നമ്മൾ ഒത്തിരി കരിഞ്ഞും പോവരുതും, ഒരു നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്കത് കിട്ടണം. അപ്പം ദാ ഇതുപോലെ നല്ലതായിട്ട് ഞാൻ ഈ സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ അരിയുടെ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പം ഞാൻ ആ 1 കിലോ ബസുമതി അരിയുടെക്ക് വേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് ചതച്ചത്, അപ്പം നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതെല്ലാം കൂടി ഇതിനകത്ത് ചേർത്ത് നമുക്ക് കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ചതിനകത്തിട്ട് കുറച്ച് നാരങ്ങ നീര്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു അരക്കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല. അപ്പം നമുക്കിതെല്ലാം കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. നല്ലതായിട്ട് മസാലയെല്ലാം പിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ സവാള വറുത്ത് കോരിയ എണ്ണയുണ്ടല്ലോ, അതൊരു കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം. അതും കൂടെ ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഞാൻ ആദ്യം അത് പറയാൻ മറന്നു പോയതാണ്. ഞാൻ ഈ 1 കിലോ അരി ഞാൻ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന അരിയാണിത്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ അരി ചോറ് വെക്കാൻ നേരം കുറച്ച് നേരം അതിങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അപ്പോൾ അരി വേവാനുള്ള വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനകത്ത് 2 പട്ട, കുറച്ച് 2-3 ഏലക്ക, ഗ്രാമ്പൂ, ഒരു 2 ഭക്ഷണയില, 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു 2 സ്പൂണ് നമുക്ക് ഇതിനകത്തോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കണം, 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് 1 നാരങ്ങ പിഴിഞ്ഞ് നമുക്കതിൻ്റെ നീരും കൂടെ നമുക്കിതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അപ്പം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളം നല്ല വെട്ടി തിളയ്ക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ അരി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് പകുതി നമുക്കിതിനകത്തുനിന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ചോറ് നമുക്ക് ഇതിനകത്തൊന്ന് കോരിയെടുക്കണം. അപ്പോൾ നമ്മൾ അരിയെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരി ഒരു 50% നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കണം. അപ്പം ഈ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപ്പ് നല്ലതായിട്ട് കിട്ടണം, എങ്കിൽ നമുക്ക് ആ ചോറിന് ഉപ്പ് പിടിക്കത്തുള്ളൂ ശരിക്ക്. നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഉള്ളി കുറച്ച് പൊടിച്ച് നമുക്ക് അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ ഒന്ന് അടപ്പേ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനൊരു കളറിന് വേണ്ടി ഞാൻ ഇതിനകത്ത് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. കുറച്ച് പാലിൽ ഞാൻ ഒരു 2 സ്പൂണ്, ചെറിയ 2 സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ്റെ ബിരിയാണി നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനതങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ വേണ്ട ഒരുവിധം ആയിട്ടുണ്ട്, ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ. ചെറിയ തീയിൽ അതങ്ങനെ വേഗമായിരുന്നു. നമുക്കിനിയും ഈ ചോറെടുത്ത് നമുക്ക് ഇതിനകത്ത് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ ചോറിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ
ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള അത് കുറേശ്ശെ അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയില, കുറച്ച് ഞാൻ കാഷ്നറ്റും മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, അതേൽ കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്നത് കളറിന് വേണ്ടി കുറച്ച് പാലിലാണ് ഞാൻ ആ മഞ്ഞൾപ്പൊടി കലക്കിയേക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്ത് കുറച്ച് ചോറിടുക. വീണ്ടും നമ്മൾ ഈ ഫ്രൈ ചെയ്തേക്കുന്ന ഒണിയനും അണ്ടിപ്പരിപ്പും അതുമെല്ലാം ഇട്ട് മല്ലിയില, പുതിന ഇല ഇതെല്ലാം ഇട്ട് കുറേശ്ശെ ഒരു 1-2 സ്പൂൺ നെയ്യും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. ആ കളറിന് വേണ്ടി നമ്മൾ ഒഴിച്ച് വെച്ചേക്കുന്ന ആ പാല് മഞ്ഞൾപ്പൊടി ചേർത്തേക്കുന്ന അതും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഒരു 2-3 ലെയറായിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ്റെ ബിരിയാണി അങ്ങനെ ലെയറെല്ലാം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ ചോറ് വേവിച്ചേക്കുന്ന നമ്മുടെ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ 1/2 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. അത് അരി ഒന്ന് വേകാൻ വേണ്ടിയാണ്, അരിയും ചിക്കനും കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പം ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഈ അരി അങ്ങ് വെന്തോളും. ലാസ്റ്റിൽ നമ്മൾ ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തത്, ബാക്കിയുള്ള മല്ലിയിലയും പുതിനയും നെയ്യും ആ കളറിന് വേണ്ടി ചെയ്തേക്കുന്ന വെള്ളവും എല്ലാം കൂടെ അതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് നോക്കിക്കേ, നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഇത് നമ്മൾ ഒരു 20 മിനിറ്റ് നേരം ഈ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നോക്കിക്കാൻ നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് കളർ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, എന്നിട്ടും നമ്മുടെ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ബിരിയാണി റെഡിയാണ്. ആവശ്യത്തിന് ചിക്കൻ വെന്തിട്ടുണ്ട്, നമ്മുടെ അരിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത്. ഇത് ദം ബിരിയാണിയൊന്നുമല്ല, നമുക്ക് സാധാരണ എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് ഈ ബിരിയാണി ആവട്ടെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.